നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്നോട്ടത്ത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലക്ഷ്മി ദന്തൽ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയുടെ IPO വിശേഷമാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ദന്തൽ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അതായത് ഡെന്റിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്റ്റുകളും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ലക്ഷ്മി ദന്തൽ ലിമിറ്റഡ് എന്നുള്ള കമ്പനി. ഇവരുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ക്രൗൺസ്, ബ്രിഡ്ജസ്, അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് ക്ലിയർ അലൈനേഴ്സ്, തെർമോഫോമിംഗ് ഷീറ്റുകൾ, അലൈനർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, പീഡിയാട്രിക് ദന്തൽ പ്രോഡക്റ്റുകൾ, ഇങ്ങനെ എല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ലക്ഷ്മി ദന്തൽ ലിമിറ്റഡ് എന്നുള്ളത്. ഇവർ ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങൾ, അതായത് യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം തന്നെ ഇവരുടെ പ്രോഡക്റ്റുകൾ വളരെ പോപ്പുലറായിട്ട് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഇവരുടെ ഇഷ്യൂ ജനുവരി 13 ഓപ്പൺ ചെയ്യുന്നത്. 15 വരെ അത് നീണ്ടു നിൽക്കും. 698.06 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 138 കോടി രൂപയ്ക്കുള്ളതാണ് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെ കമ്പനി സ്വരൂപിക്കുന്നത്. നമുക്കപ്പോൾ ലക്ഷ്മി ദന്തൽ ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് കിടക്കാം. റവന്യൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദന്തൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് ലക്ഷ്മി ദന്തൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 20 വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള ഒരു കമ്പനി കൂടിയാണ്. 22,000-ലധികം ദന്തൽ ക്ലിനിക്കുകളും ദന്തൽ കമ്പനികളും ഡെന്റിസ്റ്റുകളും ഒക്കെയായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ലക്ഷ്മി ദന്തൽ എന്നുള്ളത്. ഇവർ 95ഓളം രാജ്യങ്ങളിലേക്ക്, ഇന്ത്യക്ക് പുറമെ അവരുടെ പ്രോഡക്റ്റുകൾ കയറ്റി അയക്കപ്പെടുന്നുണ്ട്, അവിടെയെല്ലാം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം 320ഓളം സിറ്റികളിൽ സജീവ സാന്നിധ്യമുള്ള ഒരു കമ്പനി കൂടിയാണ് ലക്ഷ്മി ദന്തൽ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റം ക്രൗൺസ്, ബ്രിഡ്ജസ്, ക്ലിയർ അലൈനേഴ്സ്, തെർമോഫോമിംഗ് ഷീറ്റുകൾ, പീഡിയാട്രിക് ദന്തൽ പ്രോഡക്റ്റുകൾ, ഇതെല്ലാമാണ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, തെർമോഫോമിംഗ് ഷീറ്റുകൾ, ബയോ കോമ്പാക്റ്റബിൾ 3D പ്രിൻറ്റിങ് റിസൈൻസ്, പിന്നെ ക്ലിയർ അലൈനേഴ്സിൻ്റെ അത് നിർമ്മിക്കുന്ന മെഷീനുകൾ, ഇതെല്ലാം ടാങ്ക്ലസ് എന്നുള്ളൊരു ബ്രാൻഡ് നെയിമിലാണ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. ലക്ഷ്മി ദന്തലിന് പ്രധാനമായിട്ട് 6 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണുള്ളത്. 5 മഹാരാഷ്ട്രയിൽ തന്നെയാണ്. അതായത് മിറാ റോഡിലൊരു 3 ഉണ്ട്. അതുകൂടാതെ ബോയ്സർ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ തന്നെ അവിടെയും ഉണ്ട്. പിന്നെ കൂടാതെ നമ്മളുടെ കൊച്ചിയിലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് ഏകദേശം 1.5 ലക്ഷം ചതുരശ്ര അടി ആണ് വലിപ്പം ടോട്ടൽ നോക്കുകയാണെങ്കിൽ. അത് കൂടാതെ ഏകദേശം ഒരു 5ഓളം ലൊക്കേഷനുകളിൽ ഒരു സപ്പോർട്ടിംഗ് ഫെസിലിറ്റി കൂടി കമ്പനിക്കുണ്ട്. അതായത് ഡൽഹി, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, പിന്നെ മുംബൈ സിറ്റി, ഇവിടെയെല്ലാം മറ്റ് ചെറിയ ചില യൂണിറ്റുകൾ കൂടി കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2372 ഫുൾ ടൈം എംപ്ലോയീസാണ് കമ്പനിക്കുള്ളത്. ഇനി പ്രൊമോട്ടേഴ്സിനെ നോക്കാം. രാജേഷ് വജ്രാൽ ഖക്കാർ, സമീർ കമലേഷ് മർച്ചൻ്റ്, അതോടൊപ്പം തന്നെ ധർമ്മേഷ് ഭൂപേന്ദ്ര ദത്താണി എന്നിവരാണ് ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇവരുടെ കൈവശം 46.56% ഓഹരികളാണ് ഇഷ്യൂവിന് മുമ്പുള്ളത്. ഇനി നമുക്ക് മറ്റ് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ EPS 8.23, പി റേഷ്യോ 51.99, NAV 8.63 എന്നിങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 2022 136.84 കോടി രൂപ റവന്യൂ ഉണ്ടായ കമ്പനിക്ക് അത് 2023 ആയപ്പോൾ 161.63 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് റവന്യൂ. അത് 2024 193.56 കോടി രൂപയായിട്ടും ഉയർന്നു. എന്നാൽ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 2022 18.68 കോടി രൂപയുടെ നഷ്ടമാണ് കാണുന്നത്. അത് 2023 ആയപ്പോഴത്തേക്കും നഷ്ടം കുറഞ്ഞിട്ടുണ്ട്. 4.16 കോടി രൂപയുടെ നഷ്ടമാണ് ആ വർഷം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 2024 ആയപ്പോഴത്തേക്കും എല്ലാം മേക്കപ്പ് ചെയ്ത് ലാഭത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 25.23 കോടി രൂപയുടെ ലാഭമാണ് കമ്പനി കാണിക്കുന്നത്. 2025 ഹാഫ് ഇയർലി കണക്ക് നോക്കുകയാണെങ്കിൽ 22.74 ഹാഫ് ഇയർലിയിൽ തന്നെ എത്തിയിട്ടുണ്ട് അതിൻ്റെ അറ്റാദായം എന്ന് പറയുന്നത്.
അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് റവന്യൂവിൽ ക്രമമായിട്ടുള്ള ഉയർച്ചയാണ് കാണുന്നത്. എന്നാൽ അറ്റാദായത്തിൽ 2 വർഷം ഈ നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ 2 വർഷങ്ങളിൽ 22-ലും 23-ലും നഷ്ടമാണ്. എന്നാൽ 24-ലേക്ക് എത്തിയപ്പോഴത്തേക്കും അത് വളരെ മികച്ച ഒരു ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുമുണ്ട്. ഇനി ഇതിൻ്റെ ലീഡ് മാനേജർ നോക്കുകയാണെങ്കിൽ നുവാമ വെൽത്ത് മാനേജ്മെൻ്റ് ആണ്, രജിസ്ട്രാർ ലിങ്കിൻ ടൈമും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആരാണെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട 2 കമ്പനികളാണ് ഇന്ത്യയിൽ ഈ മേഖലയിലുള്ളത്. അതിൽ പോളി മെഡിക്യൂറാണ് മറ്റൊരു കമ്പനി. അപ്പോൾ അതിൻ്റെ പി റേഷ്യോ പറയുന്നത് 95 ആണ്. ഇനി 138 കോടി രൂപയാണല്ലോ കമ്പനി ഇഷ്യൂ വഴി നേടുന്നത്. അതെന്തിന് ഉപയോഗിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ 22.98 കോടി രൂപ കമ്പനിയുടെ ചില ബാധ്യതകൾ, കടബാധ്യതകളും മറ്റും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. 4.6 കോടി രൂപ അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിയുണ്ട്, ബിസ്ഡൻ ഡിവൈസ് എന്ന് പറയുമ്പോൾ, അവരുടെ ചില പേയ്മെൻറ്റുകൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട്, കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും. പിന്നെ 43.51 കോടി രൂപ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്, അതായത് കമ്പനിയിൽ പുതിയ മെഷീനറികളും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടും. പിന്നെ ഒരു 25 കോടി രൂപ അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള ബിസ്ഡൻ ഡിവൈസസിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ഇതുപോലെ തന്നെ മെഷീനറികളും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള എമൗണ്ടാണ് അവർ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. ഇനി ലക്ഷ്മി ദന്തൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഇഷ്യൂ നടക്കുന്ന ഡേറ്റുകൾ 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ്. ജനുവരിയിൽ ഇഷ്യൂ പ്രൈസ് 407 രൂപ മുതൽ 428 രൂപ വരെയാണ്. ഇത് ഈ വർഷത്തെ അതിൻ്റെ ഏണിങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അഗ്രസീവ്ലി പ്രൈസ്ഡ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. 138 കോടി രൂപയാണ് ഫ്രഷ് ഓഹരികൾ. ഓഫർ ഫോർ സെയിലാണെങ്കിൽ 560.06 കോടി രൂപയ്ക്കുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് പറയുമ്പോൾ 698.06 കോടി രൂപയാണ്. ഇതിൻ്റെ മിനിമം ഇഷ്യൂ അപ്ലൈ ചെയ്യേണ്ടത് റീറ്റെയിലർ എന്ന് പറയുമ്പോൾ 33 ഓഹരികളാണ്. അങ്ങനെ 33ൻ്റെ ഗുണിതങ്ങളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 2 രൂപയേ ഉള്ളൂ. അലോക്കേഷൻ 10% റീറ്റെയിലേഴ്സിന് എന്നുള്ള പ്രത്യേകം ഓർക്കുക. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്, 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നു, 10% റീറ്റെയിലേഴ്സിനും. ഇത് ജനുവരി 16-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ അലോക്കേഷൻ വരിക. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അത് ലിസ്റ്റിംഗ് ജനുവരി 20-ാം തീയതി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇഷ്യൂ കഴിയുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ അത് 2352.38 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. പിന്നെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യണോ വേണ്ടിയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇവരുടെ ടോപ്പ് ലൈനിൽ നമ്മൾ കണ്ടു നല്ല ഒരു റിസൾട്ടാണ്. അതായത് ക്രമമായിട്ട് തന്നെ വർദ്ധിക്കുന്ന റവന്യൂ ആണ് നമ്മൾ കണ്ടത്. എന്നാൽ ബോട്ടം ലൈൻ നോക്കുമ്പോൾ ഇതിൻ്റെ ലാഭം, അറ്റാദായം നോക്കുമ്പോഴത്തേക്കും 2023 ശേഷം വളരെ മികച്ച രീതിയിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഇത് ലോസിലാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അതായത് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രോസ്പെക്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് എന്ന് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഏറ്റവും മികച്ച ഈ രീതിയിൽ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നാണ് ഇത്. വിദേശ രാജ്യങ്ങളിലും എല്ലാം വളരെ പോപ്പുലറായിട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റുകളുള്ള ഒരു കമ്പനി കൂടിയാണ് എന്നുള്ളതും നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ബെറ്റാണ്. എന്നാൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇത് ഉടനെ ഒരു ലാഭം ഉണ്ടാക്കി തരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട, കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.